വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം അധ്യായം 19 23 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ധനവാന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരമാണ്. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്. ശിഷ്യന്മാർ ഇതുകേട്ട് വിസ്മയഭരിതരായി അവനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്കു സാധിക്കും? യേശു അവരെ നോക്കി പറഞ്ഞു, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഇതാ ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്കെന്താണ് ലഭിക്കുക? യേശു അവരോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പുനർജീവിതത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ എന്നെ അനുഗമിച്ച നിങ്ങൾ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് 12 സിംഹാസനങ്ങളിൽ ഇരിക്കും. എന്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ഏതൊരുവനും 100 ഇരട്ടി ലഭിക്കും. അവൻ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും. എന്നാൽ മുൻപന്മാർ പലരും പിൻപന്മാരാകും, പിൻപന്മാർ മുൻപന്മാരുമാകും. ധനാസക്തി വിനാശത്തിന് നിദാനം. ധനത്തിന് നൽകപ്പെട്ടിട്ടുള്ള നിർവചനങ്ങളിൽ ഒന്ന് കൂടുതൽ പ്രസക്തമായിട്ട് തോന്നുന്നു. സ്വർഗത്തിലേക്കല്ലാതെ മറ്റ് ഏതൊരു സ്ഥലത്തേക്കും പോകാൻ മനുഷ്യന് സഹായമാകാവുന്നതും ആവശ്യവുമായിട്ടുള്ള ഒരു വസ്തു ആണ് ധനം. ഈ നിർവചനം ആഴത്തില് ചിന്തിക്കാനിടവരാത്ത മനുഷ്യന് വികല്പങ്ങൾ ഉൾക്കൊള്ളുന്നതായിട്ട് തോന്നാം. എന്നാൽ സാക്ഷാൽ ദൈവത്തിന്റെ പുത്രൻ തന്നെയായ യേശുക്രിസ്തു ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈ നിർവചനം ശരിയാണെന്ന് സ്ഥിരീകരിക്കുകയാണ് എന്ന് വേണം വിചാരിക്കാൻ. യേശു അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധത്തിൽ സുവിശേഷത്തിലൂടെ നമ്മോട് പറയുന്നു, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരമാണ്. യേശുവിന്റെ ഈ വചനങ്ങൾ ശ്രവിച്ച ശിഷ്യന്മാരിൽ യഥാർത്ഥത്തിൽ വളരെ ആശയക്കുഴപ്പങ്ങളാണ് ഉണ്ടാകാനിട വന്നത്. യഥാർത്ഥത്തിൽ വിസ്മയം തോന്നി. അവരത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. അവരുടെ ആശയക്കുഴപ്പവും വിസ്മയത്തിനും അറുതി വരുത്തിക്കൊണ്ട് യേശു അവരുടെ പ്രശ്നപരിഹാരം സാധിക്കുക എന്നത് ഉദ്ദേശത്തോടു കൂടെ യേശു തുടർന്ന് പറയുന്നു, മനുഷ്യന്റെ കേവലമായിട്ടുള്ള യത്നത്താൽ കരഗതമാകാവുന്ന ഒന്നല്ല സ്വർഗരാജ്യം. മനുഷ്യന്റെ പ്രയത്നത്തോടുകൂടെ ദൈവത്തിന്റെ കൃപാവരവും കൂടെ യോജിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് സ്വർഗരാജ്യം ആസ്വദിക്കാനാകൂ എന്നുള്ളതാണ് യേശുവിന്റെ നിഗമനം. ഇത് കേട്ട ശിഷ്യന്മാർ തങ്ങളുടെ കാര്യം ഉറപ്പുവരുത്താൻ എന്ന ആഗ്രഹം കൂടെ ഉള്ളിൽ ഉള്ളതിന്റെ അടിസ്ഥാനത്തിലും കൂടെ യേശുവിനോട് തുടർന്ന് ചോദിക്കുന്നു, ഞങ്ങൾ ഞങ്ങളുടെ ധനവും ഞങ്ങളുടെ സമ്പാദ്യങ്ങളും ഞങ്ങൾക്കുള്ളതൊക്കെ ഉപേക്ഷിച്ചു, ഞങ്ങൾക്ക് എന്താ ലഭിക്കുക? ഇത് അവരുടെ സ്ഥിതി ഉറപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു ചോദ്യമായിട്ട് വേണം മനസ്സിലാക്കാൻ. യേശു അതിനുത്തരമായിട്ട് പറയുകയാണ്, ഉദ്ദേശശുദ്ധിയോടുകൂടിയാണ് നിങ്ങൾ ഇപ്രകാരം ചെയ്യുന്നത് എന്ന് വരികിൽ നിങ്ങൾ നിരാശരാകേണ്ടി വരില്ല. നിങ്ങൾ സമ്മാനിക്കപ്പെടുക തന്നെ ചെയ്യും. പക്ഷേ നിങ്ങളുടെ ഉദ്ദേശം സ്വാർത്ഥപരമാണ് എന്ന് വരികിൽ നിങ്ങളുടെ ഈ ഉപേക്ഷ ദോഷത്തരമായിട്ട് എണ്ണപ്പെടാൻ സാധ്യത ഉണ്ട് എന്നുള്ള സത്യം മറക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് യേശു ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നാം മറക്കേണ്ടതില്ല. യേശു ബോധപൂർവം വളരെ ആലോചനാമസൃണമായ രീതിയിൽ ആണ് ശിഷ്യന്മാരോടായിട്ട് സംസാരിക്കുന്നത്. യേശുവിന്റെ ധനത്തെ സംബന്ധിച്ചുള്ള നിലപാടുകൾ വളരെ സുതാര്യമാണ്. അതിൽ തന്നെ ധനമല്ല
സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിനുള്ള തടസ്സം ധനത്തിനോടുള്ള ആസക്തിയാണ് എന്ന് മനുഷ്യർ മനസ്സിലാക്കുന്നതും നല്ലതാണ്. ശ്രദ്ധിക്കാം, നമുക്ക് യേശുവിന്റെ മനസ്സ് മനസ്സിലാക്കിയെടുക്കാൻ.